യഹൂദ ജനം അറിയാതെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണ ലോകത്തിലേക്ക് കൈമാറുകയാണ്. അതായത് ചുവന്ന പശുക്കൾ, മൂന്നാം ആലയം, എങ്ങനെയാണ് ഇവയ്ക്ക് ഈ ലോകവുമായിട്ടുള്ള ഒരു കണക്ഷൻ? അത് നിങ്ങളൊന്ന് കാണണം. If you wanted to explain to somebody in the world, why is this a good thing? So the temple, the house of God, it says in the Bible, it's the house of love and prayers and peace for all nations. Right. It's the house that will bring blessings for all people, including the Muslims. അപ്പോൾ അവർ പറയുന്നത് ആലയം ലോകത്തിൻ്റെ സകല ജനങ്ങൾക്കും, മുസ്ലിംസ് ഉൾപ്പെടെ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. അത് ശരിയാണോ? യേശു പറയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അല്ലാതെ സകല വിശ്വാസത്തിൽ നിന്നുള്ളവർക്കുള്ള ഒരു പ്രാർത്ഥനാലയം എന്നല്ല അവിടെ പറയുന്നത്.